CPI ഈ വിഷയത്തിൽ കടുത്ത നിലപാടുമായി മുന്നോട്ട് പോവുകയാണ്. മന്ത്രിമാർ രാജ്യസന്നദ്ധ അടക്കം അറിയിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. ഈ എതിർപ്പെല്ലാം അടുത്ത ഇടതുമുന്നണി യോഗത്തിൽ LDF ചർച്ച ചെയ്യും, മുഖ്യമന്ത്രി എത്തിയതിനു ശേഷം യോഗത്തിൽ ചർച്ച ചെയ്യുമെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഈ ഒരു വാർത്ത കൂടി പുറത്തു വന്നതോടെ വളരെ വേഗത്തിൽ തന്നെ, വളരെ മുന്നേ തന്നെ, മന്ത്രിസഭായോഗം ചെയ്യുന്നതിന് മുന്നേ തന്നെ ഇതിൽ ഒപ്പിട്ടിരുന്നുള്ള വാർത്തകളൊക്കെ പുറത്തു വരുമ്പോൾ ഇത് CPI ഇനി ഏത് രീതിയിൽ എടുക്കാനാണ് സാധ്യത? കൂടുതൽ പ്രകോപിതമാകുന്ന ഒരു നടപടിയാണ് ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുള്ളത്. അത് ഇനി അവരെങ്ങനെ എടുക്കും? അനുനയ ചർച്ചയ്ക്ക് അവിടെ സാധ്യതയുണ്ടോ? ജീന, ഇക്കാര്യത്തിൽ എന്തായാലും CPI മറ്റൊരു കടുത്ത നിലപാടിലേക്ക് ഒന്നും പോകാനുള്ള സാധ്യതയില്ല. അങ്ങനെയെങ്കിൽ ഇന്ന് തന്നെ അവർ തീരുമാനം പ്രഖ്യാപിക്കേണ്ടതായിരുന്നു. കാരണം ഇന്ന് സെക്രട്ടേറിയറ്റ് യോഗം ചേരാനുള്ള, അടിയന്തര സെക്രട്ടേറിയറ്റ് യോഗം ചേരാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വന്നതുകൊണ്ടാണ്. കഴിഞ്ഞ 2 ദിവസമായി CPIയുടെ നേതൃയോഗങ്ങൾ തിരുവനന്തപുരത്ത് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ഘട്ടത്തിലൊക്കെ ഈ ചർച്ച ഉയരുകയും എതിർപ്പ് പരസ്യമായി തന്നെ പ്രകടിപ്പിക്കണം, ശക്തമായ നിലയിൽ തന്നെ മന്ത്രിസഭാ യോഗത്തിലും LDFിലും അറിയിക്കണം എന്നുള്ള തീരുമാനത്തിലേക്കാണ് അവർ എത്തുകയും ചെയ്തത്. അതിനുശേഷമാണ് ഒപ്പിട്ട വിവരം പുറത്തു വരുന്നത്. അതിനുശേഷം പെട്ടെന്ന് തന്നെ അടിയന്തര സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് ചേരാൻ തീരുമാനിക്കുകയായിരുന്നു. അതിലും വലിയ വിമർശനമാണ് നിലവിൽ CPI സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ ഉയർത്തിയത്. പക്ഷേ ഒരു കടുത്ത തീരുമാനത്തിലേക്ക്, മുമ്പൊക്കെ നമുക്കറിയാം തോമസിന്റെ രാജിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്ന ഒരു നിലപാടിലേക്ക്, കടുത്ത നിലപാടിലേക്ക് ഒക്കെ CPI പോയിരുന്നു. പക്ഷേ അതിന് ഇത്രയും കൂടുതൽ നേരം എടുത്ത ചർച്ചകളൊന്നും ആവശ്യമുണ്ടായിരുന്നില്ല CPIക്ക്. പക്ഷേ ഇന്ന് അത്തരത്തിലൊരു കടുത്ത നിലപാടിലേക്ക് ഒന്നും പോകാത്തത് CPMന്റെ ഒരു ഇടപെടലുകൾക്ക് വഴങ്ങുന്നു CPI എന്നുള്ളത് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. 27-ാം തീയതി ചേരുന്ന എക്സിക്യൂട്ടീവ് യോഗത്തിന് ശേഷം അടുത്ത തീരുമാനം അറിയിക്കാമെന്നുള്ളതാണ്. 27-ാം തീയതി എക്സിക്യൂട്ടീവ് യോഗം ആലപ്പുഴയിൽ ചേരുന്നതിന് തൊട്ടു മുമ്പ്, അതായത് നാളെ രാത്രിയോടുകൂടിയാണ് മുഖ്യമന്ത്രി കേരളത്തിലേക്ക് തിരിച്ചെത്താൻ പോകുന്നത്. കേരളത്തിൽ മുഖ്യമന്ത്രി തിരിച്ചെത്തിയാൽ കൊച്ചിയിലാണ് അദ്ദേഹം എത്തുക. അതിനുശേഷം CPIയുമായി ഒരുപക്ഷെ ഉഭയകക്ഷി ചർച്ച, അതിനു മുമ്പ് തന്നെ ഈ CPM നേതാക്കൾ തന്നെ നേരിട്ട് ഒരു ചർച്ച നടത്തുകയും അവരെ ഒരു അനുനയത്തിന്റെ പാതയിലേക്ക് എത്തിക്കാം എന്നുള്ള പ്രതീക്ഷയാണ് CPM ഇപ്പോൾ മുന്നിൽ നടപടിയെടുക്കാൻ സാധിക്കും. ഈ പദ്ധതി റദ്ദാക്കാൻ എന്തായാലും സംസ്ഥാനത്തിന് അവകാശമില്ലല്ലോ. തീർച്ചയായും ഈ MOUയിൽ കൃത്യമായി പറയുന്നത്, അതായത് കേന്ദ്ര സർക്കാരിനാണ് പദ്ധതി റദ്ദാക്കാനുള്ള അധികാരം എന്നുള്ളതാണ്. അതായത് നേരത്തെ വ്യാഖ്യാനിക്കപ്പെട്ടത് സംസ്ഥാന സർക്കാരിന് ഏതെങ്കിലും തരത്തിൽ ബൈലോയിലെ തീരുമാനങ്ങൾ റദ്ദ് ചെയ്യാൻ കഴിയും. ആ നിലപാടുകൾക്ക് വിരുദ്ധമായി, സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്ന നിലപാടുകൾക്ക് വിരുദ്ധമായി ഒരു നിലപാട് വന്നാൽ അതിനെ എതിർക്കുകയും 30 ദിവസത്തിന് മുമ്പ് കത്ത് നൽകി ഈ പദ്ധതിയിൽ നിന്ന് പിന്മാറാൻ കഴിയും എന്നുള്ള തരത്തിലുള്ള ഒരു വ്യാഖ്യാനമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ MOU പൂർണ്ണമായും വായിച്ചു നോക്കിയാൽ വ്യക്തമാകുന്നത് സംസ്ഥാന സർക്കാരിന് അങ്ങനെ ഈ കരാറിൽ നിന്ന് പിന്മാറാൻ കഴിയില്ല. അത് കേന്ദ്ര സർക്കാരിന് മാത്രമേ ഈ കരാർ റദ്ദാക്കാനുള്ള അധികാരമുള്ളൂ. അത് 30 ദിവസത്തിനകം, അതായത് അതിന്റെ നിയമാവലിയിൽ പറയുന്ന കാര്യങ്ങൾ ഏതെങ്കിലും നടപ്പിലാക്കുന്നില്ല, അതിൽ നിന്ന് പിന്മാറുകയും ചെയ്യുന്നു എന്നുള്ളൊരു ഘട്ടം വരുമ്പോഴാണ് കേന്ദ്ര സർക്കാരിന് 30 ദിവസം മുമ്പ് കത്ത് നൽകി ഈ കരാർ റദ്ദാക്കാനുള്ള അധികാരമുള്ളത്. നിലവിൽ പറയുന്ന കാര്യമനുസരിച്ച് ദേശീയ വിദ്യാഭ്യാസ നയം ഉൾപ്പെടെ നടപ്പിലാക്കാതെ ഇരുന്നാൽ സ്വാഭാവികമായും കരാർ റദ്ദാക്കാനുള്ള അധികാരം അത് കേന്ദ്ര സർക്കാരിനാണ്. പക്ഷേ ഏത് തരത്തിൽ സർക്കാർ ഇതിൽ നിലപാടെടുക്കും എന്നുള്ളതാണ്. ഇത്രയും തുക എങ്ങനെയെങ്കിലും വാങ്ങിയെടുക്കുക എന്ന് പറഞ്ഞാൽ, പക്ഷേ ഈ തരത്തിൽ എല്ലാ നടപടികളും പൂർത്തീകരിച്ച ശേഷം മാത്രം പണം നൽകിയാൽ മതി എന്ന് കേന്ദ്ര സർക്കാർ തീരുമാനിച്ചാൽ അതിന്റെ ഭാഗമായി പോവുകയല്ലാതെ മറ്റ് മാർഗമില്ലാത്ത അവസ്ഥയിലേക്ക് സംസ്ഥാന സർക്കാർ എത്തും എന്നുള്ളതാണ് ഇതിന്റെ ഈ രേഖകളിൽ നിന്ന് വ്യക്തമാകുന്നത്. എന്തായാലും സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ ഒരുപാട് വിശദീകരിക്കേണ്ടി വരും. സ്വാഭാവികമായും CPMന് LDF യോഗത്തിലും ഇക്കാര്യത്തിൽ വലിയ വിശദീകരണം തന്നെ നൽകേണ്ടി വരും. ഏത് തരത്തിൽ ഇവരെ അനുനയിപ്പിക്കാൻ കഴിയും, എന്തൊക്കെ തരത്തിലുള്ള വാദങ്ങളായിരിക്കും ഈ CPMന്റെ ഭാഗത്തുനിന്നും മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നും ഒക്കെ ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. എന്തായാലും 27-ാം തീയതിക്ക് മുമ്പ് തന്നെ LDF യോഗം ചേരും. ഒരുപക്ഷെ 27-ന് രാവിലെയോ അല്ലെങ്കിൽ 26-നോ ആയി LDF യോഗം ചേരാനാണ് നിലവിൽ ആലോചന നടക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. LDF കൺവീനർക്ക് CPI സംസ്ഥാന സെക്രട്ടറി തന്നെ LDF യോഗം ചേരണം, വിഷയം ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് കത്ത് നൽകിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഉടൻ തന്നെ LDF ചേരാനുള്ള ഒരു തീരുമാനത്തിലേക്ക് ഇപ്പോൾ നിലവിൽ CPM എത്തിച്ചേർന്നിട്ടുള്ളത്. ആ യോഗത്തിൽ മുഖ്യമന്ത്രി എടുക്കുന്ന നിലപാട്, മുഖ്യമന്ത്രി ഈ വിഷയം വിശദീകരിക്കുന്ന കാര്യം എന്തൊക്കെയാകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി ഇപ്പോൾ നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ മുഖ്യമന്ത്രിയുടെ നിലപാടിൽ ഒരു സംയമന പാതയിലേക്ക്, അനുനയ പാതയിലേക്ക് ഒക്കെ CPI എത്തുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. എന്തായാലും നിലവിൽ CPI കടുത്ത നിലപാട് തുടരുന്നു. പക്ഷേ LDF വിടാനോ മന്ത്രിസഭാ യോഗങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാനോ അത്തരത്തിലുള്ളൊരു കടുത്ത നിലപാടുകളിലേക്ക് പോയിട്ടില്ല. സർക്കാരിനെയും കൂടുതൽ പ്രതിരോധത്തിലാക്കുന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഈ മാസം 16 തന്നെ സംസ്ഥാന സർക്കാർ PM ശ്രീയിൽ ഒപ്പുവെച്ചു. പക്ഷേ 22-നാണ് മന്ത്രിസഭാ യോഗം ചേർന്നത്. മന്ത്രിസഭാ യോഗത്തിലും ഇക്കാര്യം സർക്കാർ മറച്ചുവെക്കുകയാണ് ചെയ്തത്. വിജിനാണ് വിശദാംശങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്നും.